രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എല്ലാവരും ഓൺലൈനിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കണ്ടേ? അതെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് പ്രാർത്ഥിക്കണം. രാവിലെ എണീക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും പഠിക്കുന്നതിന് മുമ്പും യാത്ര പോകുമ്പോഴും എല്ലാം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. എങ്കിൽ എല്ലാവരും ഒന്ന് ചാടി എണീറ്റേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി എല്ലാവരും നിന്നോളൂ. പാപികളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപത്തിൽ വീഴാതിരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ എല്ലാവരും വിശുദ്ധരാക്കണമേ. ആമേൻ. ഇനി എല്ലാവരും മിടുക്കരായിട്ട് ഇരുന്നോളൂ. എല്ലാവരും രാവിലെ കുർബാനയിലൊക്കെ പങ്കെടുത്തോ? എല്ലാവരും പങ്കെടുത്തല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് നിങ്ങൾ ചെയ്തോ? ധൂർത്തപുത്രൻ്റെ ഉപമ വോയിസ് മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത്. എല്ലാവരും ചെയ്തു അല്ലേ? എല്ലാവരും മിടുക്കരാട്ടോ. നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേരെന്താണ്? അനിരം ചെയ്തരായി തീർന്നിടാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിച്ചത്? ധൂർത്തപുത്രൻ്റെ ഉപമ കണ്ടു. പിന്നെ മനസ്താപം എന്താണെന്ന് കണ്ടു. പൂർണ്ണ മനസ്താപം എന്താണെന്ന് കണ്ടു. പിന്നെ പാപം എന്താണെന്ന് കണ്ടു. എന്താ പാപം? സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. പാപം എത്ര വിധമുണ്ട്? ലഘുപാപവും മാരകപാപവും. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? അനുരഞ്ജന കൂദാശ എന്താണെന്ന് പഠിച്ചു. നമുക്കൊരു പാട്ട് പാടാം മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ടീച്ചർ പാടിത്തരുമ്പോൾ നിങ്ങൾ കൂടെ പാടുവോ? കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. തെറ്റു ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. സ്നേഹത്തിൻ മാലത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ. സ്നേഹത്തിൻ മാലത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളെ ചേർത്തവനെ. നല്ല പാട്ടല്ലേ? ഈ പാട്ടിൽ എന്താ ഈശോ പറയുന്നത്? തെറ്റ് ചെയ്താലും നമ്മളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ചാണ് ഈ പാട്ടിൽ പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, നമ്മൾ തെറ്റുകൾ ചെയ്താലും മനസ്തപിച്ച് നമ്മൾ പാപമോചനം നേടണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പാപമോചനത്തെക്കുറിച്ച് പഠിക്കാം. ശരി, നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്തപിച്ച് കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആരാണ് നമുക്ക് പാപമോചനം തരുന്നത്? നമ്മുടെ ഈശോയാണ് നമുക്ക് പാപമോചനം നൽകുന്നത് അല്ലേ? ഈശോ അനേകം പേർക്ക് പാപമോചനം നൽകുന്നത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഒരു ഉദാഹരണം പറയാമോ? ഈശോ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഈശോ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട്. പിന്നെ ഒരാളുടെ കൂടി പാപിനിയായ സ്ത്രീയുടെ പാപം ഈശോ ക്ഷമിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ അനേകം പേരെ ഈശോ പാപം മോചനം നൽകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പാപം മോചിക്കാനുള്ള അധികാരം ഈശോ പിന്നീട് ആർക്കാണ് നൽകിയത്? ഈശോയുടെ ശിഷ്യന്മാർക്ക്. അപ്പോൾ ഈശോ പാപം മോചിക്കാനുള്ള അധികാരം ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. തൻ്റെ മരണശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. നിങ്ങളിത് പഠിക്കണം കേട്ടോ. ബൈബിൾ റെഫറൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ ആരാണ് ഇന്ന് സഭയിൽ? മെത്രാന്മാരാണല്ലേ. അപ്പം അപ്പസ്തോലന്മാരിലൂടെ പാപം മോചിക്കാനുള്ള അധികാരം മെത്രാന്മാർക്ക് ലഭിച്ചു.
മെത്രാന്മാർ പിന്നീട് തങ്ങൾക്ക് കിട്ടിയ അധികാരം അവർ അഭിഷേകം ചെയ്യുന്ന വൈദികർക്ക് കൊടുത്തു. അപ്പോൾ ഇന്ന് സഭയിൽ പാപം മോചിക്കാനുള്ള അധികാരം മെത്രാന്മാർക്കും വൈദികർക്കുമാണ് ഉള്ളത്. അപ്പോൾ വൈദികൻ നമുക്ക് പാപം മോചനം തരുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാപം മോചിക്കുന്നത്? ഈശോയാണല്ലേ. വൈദികർ എന്ന് പറയുന്നത് ഈശോയുടെ പ്രതിനിധിയാണ് അല്ലേ. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ വൈദികൻ നമുക്ക് പാപമോചനം നൽകുമ്പോൾ ഈശോ തന്നെയാണ് നമുക്ക് പാപമോചനം നൽകുന്നത്. അപ്പോൾ പാപം മോചിക്കാനുള്ള അധികാരം എവിടെ നിന്നാണ് വൈദികർക്ക് കിട്ടിയത്? ഈശോയിൽ നിന്ന്. അപ്പോൾ ഈശോ തൻ്റെ അധികാരം അപ്പസ്തോലന്മാർക്ക് നൽകി. അപ്പസ്തോലന്മാരിൽ നിന്നും അത് മെത്രാന്മാർക്ക് കിട്ടി. മെത്രാന്മാർ അത് ആ അധികാരം വൈദികർക്ക് നൽകി. ക്ലിയർ ആയോ എല്ലാവർക്കും? നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലൊക്കെ കുമ്പസാരക്കൂട് കണ്ടിട്ടുണ്ടോ മക്കളെ? സാധാരണ പള്ളികളിൽ പള്ളിയുടെ ബാക്ക് വശത്തായിട്ടാണ് അല്ലേ, പിറകുവശത്തായിട്ടാണ് കുമ്പസാരക്കൂട് കാണുന്നത്. അവിടെ നിങ്ങളുടെ പപ്പായും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരും ഒക്കെ വൈദികനോട് കുമ്പസാരിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? അവരവിടെ ചെന്ന് എന്താ ചെയ്യുന്നത്? വൈദികൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വൈദികൻ അവരോട് തിരിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ടോ വൈദികൻ അവർക്ക് ആശീർവാദം കൊടുക്കും. അപ്പോൾ ആശീർവാദമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ നല്ല സന്തോഷത്തോടെ തിരിച്ചു വന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ നമുക്ക് പാപമോചനം നൽകുന്നത് പ്രകടമായിട്ട് ആരാണ്? വൈദികൻ. എന്നാൽ വൈദികൻ പാപമോചനം തരുമ്പോൾ ആരാണ് നമുക്ക് യഥാർത്ഥത്തിൽ പാപമോചനം നൽകുന്നത്? നമ്മുടെ സ്നേഹനിധിയായ ഈശോ. അപ്പോൾ വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോയോട് തന്നെയാണ് നാം ഏറ്റുപറയുന്നത്. പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോയ നമ്മളെ സ്വീകരിക്കുവാൻ ഈശോ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് പൂർണ്ണമായ മനസ്താപം വേണം. എങ്കിൽ മാത്രമേ ഈശോയുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈശോ നമ്മുടെ പാപങ്ങളൊക്കെ മോചിച്ച് ഈശോയുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ഈശോ നമ്മളെ കാത്തിരിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഈശോ ഇന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയ്ക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നൈർമല്യം ഉണ്ടായിരിക്കണം. എല്ലാവരും നിങ്ങളുടെ പുസ്തകം ഒന്ന് തുറക്കാമോ? പേജ് 56. അവിടെ നമുക്ക് ഒരു പടം കാണാൻ സാധിക്കും. എന്താണ് ആ പടം? ഈശോ വാതിലിൽ മുട്ടി വിളിക്കുന്ന ഒരു പടം. എല്ലാവരും കണ്ടോ? ഈ വാതിലിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ വാതിൽ പുറമേ നിന്ന് ആർക്കും തുറക്കാൻ സാധിക്കുകയില്ല. അകത്തുള്ളവർക്ക് മാത്രമേ അത് തുറക്കാൻ സാധിക്കുകയുള്ളൂ. ടീച്ചർ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അപ്പോൾ ആ ഗസ്റ്റ് അവർ ബെല്ലടിക്കുകയോ അല്ലെങ്കിൽ വാതിൽ മുട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ജനലിൽ കൂടി പോയി നോക്കും ആരാണ് വന്നിരിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു അതിഥിയെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കും, നല്ല വൃത്തിയായിട്ടാണോ കിടക്കുന്നതെന്ന് അല്ലേ. വൃത്തിയായിട്ടല്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി വാതിൽ തുറക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ അവിടെയൊക്കെ ഒന്ന് പെട്ടെന്നല്ല വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ആ വാതിൽ തുറക്കുന്നത്. എങ്കിൽ മാത്രമേ അതിഥിക്ക് നമ്മുടെ വീട്ടിലെത്താൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഈശോയും നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൽ എന്നും മുട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നൈർമല്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലോട്ട് ഈശോയ്ക്ക് വരാൻ സാധിക്കൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നമ്മളെ വിശുദ്ധരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നിർമ്മലമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന കൂദാശയാണ് അണിരഞ്ജന കൂദാശ. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? നിങ്ങളെല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും എല്ലാം നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ അണിരഞ്ജന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആരെയൊക്കെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്? ഈശോയെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പായും അമ്മായും ഒക്കെ വേദനിക്കും അല്ലേ. പിന്നെ നമ്മുടെ കൂട്ടുകാരോട് തെറ്റ് ചെയ്താൽ അവരും വേദനിക്കും. അപ്പോൾ നമ്മൾ രമ്യതപ്പെടുമ്പോൾ ഈശോയുടെ മാത്രം രമ്യതപ്പെട്ടാൽ മതിയോ? അല്ലെങ്കിൽ ഈശോയുടെ മാത്രം പാപങ്ങൾ ഏറ്റാൻ പറഞ്ഞാൽ മതിയോ? പോരാ അല്ലേ. നമ്മൾ വേദനിപ്പിച്ച ആരോടൊക്കെയാണോ അവരോടൊക്കെ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം അല്ലേ. അവരോടെല്ലാം പോയി നമ്മൾ രമ്യതപ്പെടണം. ഈശോ ബൈബിളിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 23 മുതൽ 24 വരെ വാക്യത്തിലാണ് ഇത് പറയുന്നത്.
ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അവരോട് നമ്മൾ രമ്യതപ്പെടണം. അതുപോലെ നമുക്ക് വേറൊരാളുടെ വിരോധമുണ്ടായാൽ അവരോടും നമ്മൾ ക്ഷമിക്കണം. അനുരഞ്ജനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ അനുരഞ്ജന കൂദാശ സ്വീകരിക്കാൻ നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരിക്കണം. അതുപോലെ ഈശോയോട് രമ്യപ്പെടാനും ഈശോയെ സ്വീകരിക്കാനും ഒക്കെ നമ്മൾ അതിയായി ആഗ്രഹിക്കണം. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉള്ള ഒരു പാട്ടാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത്, അനുരഞ്ജന ശുശ്രൂഷ സമയത്ത് കുർബാന ഉയർത്തുമ്പോൾ വൈദികൻ നമ്മൾ പാടുന്ന പാട്ടാണ്. തിരുസന്നിധിയെങ്കിൽ പാപികളേവരെയും മാടി വിളിച്ചവനാം അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്നവരതും നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. ഈ പാട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ, നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഇനി നമുക്കൊരു വചനം പഠിച്ചാലോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം. പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഈ വചനം എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. ബൈബിൾ റെഫറൻസിന് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. പേജ് 59 നമ്മുടെ പാഠത്തിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. 4 ക്വസ്റ്റ്യൻസ്. എന്താണെന്ന് നോക്കിക്കേ. പൂർണ്ണ മനസ്താപം എന്നാൽ എന്ത്? അത് നമ്മൾ കണ്ടു അല്ലേ? എന്താണ് പാപം? പാപം എത്ര വിധമുണ്ട്? എന്താണ് പാപം? സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. എത്ര തരം പാപമുണ്ട്? 2 തരത്തിലുള്ള പാപങ്ങളുണ്ട് അല്ലേ? ലഘുപാപവും മാരകപാപവും. ഇനി മാരകപാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് എങ്ങനെ? പൂർണ്ണമായ മനസ്താപം ഉണ്ടെങ്കിലേ നമുക്ക് മാരകപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ, അനുരഞ്ജനം പൂർണ്ണമാകാൻ നാം എന്ത് ചെയ്യണം? പൂർണ്ണമായ മനസ്താപം ഉണ്ടെങ്കിലേ നമ്മുടെ അനുരഞ്ജനം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം പഠിക്കണം കേട്ടോ. ഇനി 4ാം ക്ലാസ്സിൽ ആദ്യ കുർബാനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ പ്രാർത്ഥന നമുക്ക് പഠിക്കാം. നിങ്ങളുടെ പുസ്തകത്തിലുള്ള പ്രാർത്ഥനയാണ് മനസ്താപ പ്രകരണം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് കണ്ണടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. ടീച്ചർ പറയുമ്പോൾ ഏറ്റു ചൊല്ലണം കേട്ടോ. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരട്ടെ. ഈ മനസ്താപ പ്രകരണം നിങ്ങൾ കാണാതെ പഠിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ടീച്ചറിന് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.